ഇന്നലെ അന്തരിച്ച ആശാ ഭോസ്ലെ മഹേന്ദ്ര കപൂറിനൊപ്പം 1959 നവരംഗ് എന്ന ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി പാടിയതാണ് ആധാ ഹേ ചന്ദ്രമാ രാത് ആധി എന്ന് തുടങ്ങുന്ന ഗാനം. നിലാരാത്രിയിൽ കാമുകൻ കാമുകിയോട് പറയുകയാണ്, അർദ്ധരാത്രിയിൽ ഉദിച്ചുയർന്നത് അർദ്ധചന്ദ്രനാണ്, നമ്മുടെ സംഭാഷണവും സമാഗമവും അതുപോലെ പാതിയാകരുതേ. 10 വർഷത്തിനു ശേഷം 1969 മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി. ഭൂമിയിലെ കമിതാക്കളെ പോലെ അന്ന് അവരും കണ്ടത് ചന്ദ്രന്റെ ഒരു വശം മാത്രമായിരുന്നു. പക്ഷെ ഇന്നിതാ അപ്പോളോ ദൗത്യത്തിലെ ഏതാനും ബഹിരാകാശ യാത്രികരൊഴിച്ച് മറ്റാരും കണ്ടിട്ട് പോലുമില്ലാത്ത മറുവശം അടുത്തറിഞ്ഞ് പഠിച്ച് ആർട്ടമിസ് യാത്രികർ വിജയശ്രീ ലാളിതരായി ഭൂമിയിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ ചന്ദ്രന്റെ കാണാത്ത പാതിയെക്കുറിച്ച് പാടിയ ആശാജി കാണാക്കാഴ്ചകൾ തേടിയെന്ന പോലെ ഇന്നലെ ഭൂമിയിൽ നിന്ന് യാത്രയാവുകയും ചെയ്തു. പ്രപഞ്ചത്തെ ഓർത്താൽ എത്ര നൈമിഷികമാണ് മനുഷ്യജീവിതം. എന്നിട്ടും അമ്പിളിമാമൻ കഥകളുടെ തുറമുഖങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് നാം കപ്പലിറക്കി. ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ ഉദിക്കുന്നത് കണ്ടവർ ചന്ദ്രനരികിൽ നിന്ന് ഭൂമി ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കണ്ടു. തീർന്നില്ല, പായുന്ന മിസൈലുകളും അഗ്നിനാളങ്ങളും കാണാം. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആക്രോശങ്ങൾ കേൾക്കാം. പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തുമില്ലാത്തത്. അതാണ് പ്രപഞ്ചം കീഴടക്കുന്ന മനുഷ്യന്റെ ഇരുണ്ട പാതി. യവനചന്ദ്രദേവിയുടെ പേരാണ് ആർട്ടമിസ്. പക്ഷെ നാസയ്ക്ക് അതൊരു ചാന്ദ്ര ദൗത്യമാണ്. 2022 നവംബറിലായിരുന്നു യാത്രക്കാരല്ലാത്ത ആർട്ടമിസ് 1 ദൗത്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏപ്രിൽ 1 അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ഓറിയോൺ പേടകത്തിൽ അമേരിക്കയുടെ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ പൗരൻ ജെറമി ഹാൻസൺ എന്നിവർ പുറപ്പെട്ടത്. ദശദിന ദൗത്യത്തിൽ ചന്ദ്രനിലിറങ്ങാതെ ചന്ദ്രോപരിതലത്തിന്റെ ഏകദേശം 6545 കിലോമീറ്റർ വരെ സമീപത്തുകൂടി ചുറ്റിക്കറങ്ങി അന്തരീക്ഷവും പുരാതന ലാവാ പ്രവാഹങ്ങളും ഗർത്തങ്ങളും ഒക്കെ നിരീക്ഷിക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:38 11 ലക്ഷം കിലോമീറ്ററുകൾ പിന്നിട്ട ഓറിയോൺ പേടകം കാലിഫോർണിയയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിലിറങ്ങി. ഈ യാത്രയ്ക്കും യാത്രക്കാർക്കും പേടകത്തിനുമുണ്ടായ നിസ്സാര ന്യൂനതകൾ പോലും പരിഹരിച്ചാകും ആർട്ടമിസ് 3 ദൗത്യം അടുത്ത വർഷം നടത്തുന്നത്. മനുഷ്യരുണ്ടാകുമെങ്കിലും അതും ചന്ദ്രനിലിറങ്ങില്ല. ഭ്രമണപഥത്തിൽ നിന്ന് ചന്ദ്രനിലിറങ്ങുകയും തിരികെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ലാൻഡിംഗ് പേടകത്തിന്റെ സാങ്കേതിക വിദ്യകളാണ് മുന്നിലെ പരീക്ഷണം. പിന്നെയുമുണ്ട് 4-5 ദൗത്യങ്ങൾ. 2028 നടത്തുന്ന 4ാം ദൗത്യത്തിൽ ചന്ദ്രനിൽ മനുഷ്യനിറങ്ങും. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവരുടെ പാദം പതിഞ്ഞ ചന്ദ്രോപരിതലത്തിൽ 59 വർഷങ്ങൾക്ക് ശേഷം. ഇടയ്ക്കൊന്ന് പറയട്ടെ, മനുഷ്യനെ ചന്ദ്രനിലിറക്കിയ അപ്പോളോ 11 ദൗത്യം കെട്ടുകഥയാണെന്ന നിഗൂഢവാദത്തിന് അടിസ്ഥാനമില്ലെങ്കിലും ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്തും ആ ചന്ദ്രനിലിറക്കം ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് ചർച്ചകളെ വീണ്ടും ചൂടുപിടിപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ ചിത്രം അമേരിക്കയിലെ മരുഭൂമിയിൽ വെച്ച് എടുത്തതാണെന്നായിരുന്നു വ്യാജ നിർമ്മിതി. പക്ഷെ അപ്പോളോ യാത്രികർ ചന്ദ്രനിൽ സ്ഥാപിച്ച റിട്രോ റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് ചന്ദ്രനിലേക്കുള്ള ദൂരം ബഹിരാകാശ യാത്രികർ ഉൾപ്പെടെ കണക്കാക്കുന്നുണ്ട്. യാത്രികർ കൊണ്ടുവന്ന ചാന്ദ്രശിലകൾ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അപകട സാധ്യതകളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന മനുഷ്യർ ന്യൂനതകൾ പരിഹരിക്കാതെ ചന്ദ്രനിലിറങ്ങില്ല. 2028 ഒരു വനിതയെ അടക്കമിറക്കി ആർട്ടമിസ് അത് സാധ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത് ദക്ഷിണ ധ്രുവത്തിലായിരിക്കുമെന്നതും പ്രത്യേകതയാണ്. 2028 തന്നെ 5ാം ദൗത്യം ഉണ്ടാകും. ദക്ഷിണ ധ്രുവത്തിന് ഒരു സ്ഥിരം താവളം നിർമ്മിക്കുകയാണ് ലക്ഷ്യം. മനുഷ്യർക്ക് 2 മാസം വരെ താമസിച്ചും ഗവേഷണം നടത്താവുന്നത്. ആർട്ടമിസിന്റെ 5 ദൗത്യങ്ങളും ചന്ദ്രനെ കേന്ദ്രീകരിച്ചാണെങ്കിലും അന്തിമ ലക്ഷ്യം ദീർഘകാല ബഹിരാകാശ യാത്രകൾക്കും ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുമുള്ള ഇടത്താവളം ഒരുക്കുക എന്നതാണ്. മനുഷ്യൻ അങ്ങനെ അതിരുകൾ ഭേദിക്കട്ടെ. എന്നെങ്കിലും ഒരിക്കൽ വരും തലമുറ അവിടെ നിന്ന് നോക്കുമ്പോൾ തിരിച്ചറിഞ്ഞേക്കാം 21ാം നൂറ്റാണ്ടിലെ മനുഷ്യർ വാസയോഗ്യമല്ലാതാക്കിയ ഭൂമിയിലെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ചാരം മൂടിയ അവശിഷ്ടങ്ങൾ. പാതി ചന്ദ്രനെ കാണുന്നുള്ളല്ലോ എന്ന ഗാനത്തിന്റെ തുടർച്ചയായി ആശാ ഭോസ്ലെ പാടുന്നു, പ്രിയനെ, പ്രണയത്തിന്റെ ഭാഷയും അപൂർണമാണ്, ആത്മാവിന്റെ തൃഷ്ണയും അപൂർണമായിരിക്കട്ടെ. അപൂർണമെന്നല്ല, സ്നേഹത്തിന്റെ ഭാഷയെ ഇനി ആവശ്യമില്ലെന്ന് പഠിപ്പിക്കുന്നവരുടെ എണ്ണമേറുന്നു. കിട്ടിയ ഭൂമിയിലിരുന്ന് സ്നേഹിച്ച് ആനന്ദിക്കാൻ അറിവില്ലാത്തവർക്ക് ചന്ദ്രനും ചൊവ്വയും കൂടി കിട്ടിയിട്ട് എന്ത് കാര്യം?